അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിന് ആശ്വാസം. CBI അന്വേഷണം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. വിനീത ബി.ജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. വിനീത, കെ എം എബ്രഹാമിനെ സംബന്ധിച്ച് ഇതൊരു ആശ്വാസ വാർത്തയാണ്. CBI അന്വേഷണം എന്ന ആവശ്യത്തിന് സുപ്രീം കോടതി സ്റ്റേ നൽകിയിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ജി കെ സൂചിപ്പിച്ചതുപോലെ കെ എം എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏറ്റവും ആശ്വാസകരമെന്നാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇതിൽ CBI നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അതിന് തടസ്സ ഹർജി അടക്കമുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലേക്കൊന്നും പോകാതെ അദ്ദേഹത്തിന് ആശ്വാസകരമാവുന്ന ഒരു നടപടിയിലേക്ക് സുപ്രീം കോടതി എത്തിയിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദന കേസിലെ നടപടികളാണ് ഇപ്പോൾ കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിന്റെ കക്ഷികൾക്ക് കോടതി നോട്ടീസും അയച്ചിട്ടുണ്ട്. CBI അന്വേഷണത്തിന് സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ് കോടതി. പബ്ലിക് സർവന്റ് എന്ന സംരക്ഷണം നൽകാതെയാണ് CBI കേസ് രജിസ്റ്റർ ചെയ്തതെന്നായിരുന്നു കെ എം എബ്രഹാം വാദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമാവുന്ന ഒരു തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വിനീത, ഈ CBI അന്വേഷണത്തിന് കേരള ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നല്ലോ. മാത്രമല്ല ഈ കാര്യത്തിൽ കെ എം എബ്രഹാം സുപ്രീം കോടതിയിൽ അറിയിച്ചിരുന്നത് ഈ ഉത്തരവ് നിയമപരമായി നിലനിൽക്കില്ല, സ്റ്റേ ചെയ്യണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. കാരണം ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ ഇതിനൊരു തടസ്സ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ CBI അന്വേഷണത്തിന് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ നൽകിയിരിക്കുന്നത്? അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ കിട്ടി തുടങ്ങിയിട്ടുണ്ടോ? അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നതേയുള്ളൂ. 6 വർഷമായി ഈ കുടുംബത്തിന്റെ സ്വത്ത് വിവരം സംബന്ധിച്ച് വെളിപ്പെടുത്തിയില്ലെന്ന കോടതി ചോദിച്ചിരുന്നു അദ്ദേഹത്തോട്. ഒപ്പം തന്നെ നിലവിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഈ പബ്ലിക് സർവന്റ് എന്ന സംരക്ഷണം നൽകാതെയാണ് ഈ കേസ് CBI രജിസ്റ്റർ ചെയ്തതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദമുണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കോടതിയെ സമീപിക്കുകയും ഈ CBI നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനെതിരെയാണ് നേരത്തെ ഗോപി ജി കെ സൂചിപ്പിച്ചതുപോലെ തടസ്സ ഹർജി അടക്കം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ കേസിലെ കക്ഷികളായ ജോമോൻ പുത്തൻപുരയ്ക്കലിനും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിനും കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അവർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങൾ കോടതിയിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ടാകും. അതിനുശേഷം കേസ് പിന്നീട് പരിഗണിക്കുമെന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായും ലഭ്യമാകുന്ന. ശരി, അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ആ ആരോപണത്തിലാണ് CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. അതിനെതിരെയായിരുന്നു കെ എം എബ്രഹാം സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. ആ അപ്പീൽ പരിഗണിച്ചിരിക്കുന്നു. സുപ്രീം കോടതി CBI അന്വേഷണത്തിന് സ്റ്റേ നൽകിയിരിക്കുന്നു. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന ആരോപണം തെറ്റാണെന്നും ഇടപാടുകളെല്ലാം ബാങ്ക് വഴിയാണ് നടത്തിയിട്ടുള്ളതെന്നുമായിരുന്നു കെ എം എബ്രഹാം സുപ്രീം കോടതി നൽകിയ അപ്പീലിൽ പറഞ്ഞിരുന്നത്. മാത്രമല്ല, ഒരു പബ്ലിക് സർവന്റ് എന്ന നിലയിലുള്ള ഒരു സംരക്ഷണം നൽകാതെയാണ് തനിക്കെതിരെ CBI ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന വാദവും CBI ഉത്തരവിനെതിരെ CBI അന്വേഷണത്തിലുള്ള കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ കെ എം എബ്രഹാം സൂചിപ്പിച്ചിരുന്നു. ഇതെല്ലാം തന്നെ സുപ്രീം കോടതി പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഹർജിയിൽ തീരുമാനം ഉണ്ടാകുന്നതുവരെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമായിരുന്നു എന്ന ആവശ്യം അദ്ദേഹം ഇതിന് സമാനമായി ഉന്നയിച്ചിരുന്നു. ഏതായാലും CBI അന്വേഷണം ആവശ്യമില്ല, അല്ലെങ്കിൽ ആ ആവശ്യത്തിനൊരു താൽക്കാലികമായ സ്റ്റേ ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. മുംബൈയിലെ 3 കോടി വിലയുള്ള അപ്പാർട്ട്മെന്റ്, തിരുവനന്തപുരത്തെ 1 കോടിയുടെ അപ്പാർട്ട്മെന്റ്, കൊല്ലം കടപ്പാക്കടയിലുള്ള 8 കോടി വിലയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ്, ഇങ്ങനെ ഇതെല്ലാം ചേർന്നുകൊണ്ട് കെ എം എബ്രഹാം സമ്പാദിച്ച ആസ്തികളെല്ലാം വരവിൽ കവിഞ്ഞ സ്വത്താണ് എന്നതായിരുന്നു പ്രധാനമായി ഉന്നയിക്കപ്പെട്ട ആരോപണം. ഈ ആരോപണത്തിൽ ആയിരുന്നു ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നത്. എന്നാൽ ഇതിനെതിരെയാണ് ഇപ്പോൾ ഇത് നിർത്തിവെക്കണം, ഇതിന് സ്റ്റേ നൽകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കെ എം എബ്രഹാം സുപ്രീം കോടതിയെ സമീപിച്ചത്. അതിൽ അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട ഭാഗം, അദ്ദേഹത്തിന്റെ വാദം, ഒരു പബ്ലിക് സർവന്റ് എന്ന നിലയിലുള്ള സംരക്ഷണം തനിക്ക് നൽകിയിട്ടില്ല, അത് നൽകാതെയാണ് CBI ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, അതുകൊണ്ട് ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഇതിന് ഈ ഹർജിയിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നതുവരെ CBIയുടെ അന്വേഷണം തൽക്കാലം നിർത്തിവെക്കണം എന്ന ആവശ്യം അദ്ദേഹം ഇതിനോട് സമാനമായി ഉന്നയിച്ചിരുന്നു. താൻ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടില്ല, മാത്രമല്ല ഇടപാടുകളെല്ലാം തന്നെ നടന്നിരിക്കുന്നത് ബാങ്ക് വഴിയാണ്, സുതാര്യമായിട്ടാണ് എന്ന കാര്യവും സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീലിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ പരിഗണിച്ചുകൊണ്ടായിരിക്കണം ഇപ്പോൾ തൽക്കാലം ഒരു സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. വിനീത, ഇത് പ്രധാനമായും കെ എം എബ്രഹാമിൻ്റെ ഒരു വാദം എന്നത്, ഒന്ന്, ഇടപാടുകളൊക്കെ തന്നെ ബാങ്ക് വഴിയാണ് നടത്തിയിട്ടുള്ളത്, അതുകൊണ്ട് അത് സുതാര്യമാണ്, അതുകൊണ്ട് വരവിൽ കവിഞ്ഞ സ്വത്ത് എന്ന ആരോപണം നിലനിൽക്കില്ല. രണ്ടാമത്തെ കാര്യം, ഒരു പബ്ലിക് സർവന്റ് എന്ന നിലയിലുള്ള സംരക്ഷണം തരാതെ ഒറ്റയടിക്ക് തന്നെ തനിക്കെതിരെ ഒരു CBI അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. ഇത് തന്റെ ഭാഗം കേൾക്കാതെയുള്ള നടപടിയായിപ്പോയി എന്നതായിരുന്നു. ഇതെല്ലാം സുപ്രീം കോടതി പരിഗണിച്ചു എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ?
തീർച്ചയായും GK, ഇതിൽ ഏറ്റവും പ്രധാനമായും കോടതി ചൂണ്ടിക്കാട്ടിയത് ഈ നിയമത്തിലെ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലേക്കൊരു ഈ ഒരു നടപടിക്ക് സ്റ്റേ നൽകിയിരിക്കുന്നതെന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അഴിമതി നിരോധന നിയമപ്രകാരമല്ല FIR രജിസ്റ്റർ ചെയ്തതെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. സ്വത്ത് അനധികൃതമായി സമ്പാദിച്ചതാണെങ്കിൽ അന്വേഷണം നടക്കേണ്ടതല്ലേ എന്നും ജസ്റ്റിസ് ദീപാങ്കർ ദത്ത ചോദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കേസിലെ കക്ഷികളായ ജോമോൻ പുത്തൻപുരയ്ക്കലിനും സംസ്ഥാന സർക്കാരിനും ഇത് സംബന്ധിച്ച കോടതി നോട്ടീസും നൽകിയിട്ടുണ്ട്. പബ്ലിക് സർവന്റ് എന്ന സംരക്ഷണം നൽകാതെയാണ് CBI ഇത്തരത്തിലേക്ക് കേസ് രജിസ്റ്റർ ചെയ്ത് തനിക്കെതിരെ അന്വേഷണം നടത്തുന്നതെന്നുള്ളതായിരുന്നു KM എബ്രഹാം കോടതിയിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം. ഒപ്പം തന്നെ വരവിൽ കഴിഞ്ഞ സ്വത്ത് സമ്പാദന കേസിലെ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള കക്ഷികൾക്കൊക്കെ കോടതി ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. മുൻകാല കോടതി വിധിയുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, ഏതായാലും കോടതി വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നത് പൂർണ്ണമായി നമ്മൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിവരം, ഈ വാർത്ത എന്നത് KM എബ്രഹാമിനെ സംബന്ധിച്ച് അങ്ങേറ്റം ആശ്വാസം നൽകുന്നതാണ്. ആ വിവരങ്ങളാണ് ഇപ്പോൾ വിനീത VG നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞത് KM എബ്രഹാമിന് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി തുടരാൻ അർഹതയില്ല, അദ്ദേഹം അങ്ങനെ തുടരുന്നത് സംസ്ഥാനത്തിന് അപമാനമാണ് എന്നതാണ്. കാരണം ഹൈക്കോടതി തന്നെ CBIയോട് അന്വേഷിക്കാൻ പറയുകയും CBI FIR ഇട്ടിരിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ, അതും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന ആരോപണം നേരിടുന്ന ഒരാൾക്ക് ആ പദവിയിൽ തുടരാൻ അർഹതയില്ല എന്നതായിരുന്നു. ഏതായാലും ഇപ്പോൾ KM എബ്രഹാം സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജി, ആ അപ്പീൽ ഇപ്പോൾ കോടതി പരിഗണിച്ചിരിക്കുന്നു. തൽക്കാലം അത് സ്റ്റേ ചെയ്തിരിക്കുന്നു. നേരത്തെ വിനീത പറഞ്ഞത് സാങ്കേതികമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്നാണ്. ബാങ്ക് വഴി നടത്തിയിട്ടുള്ള ഇടപാടുകളാണ്, അതുകൊണ്ട് അത് സുതാര്യമാണ്. മാത്രമല്ല, ഒരു പബ്ലിക് സെർവന്റ് എന്ന നിലയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഒരു സംരക്ഷണം തനിക്കുണ്ട്. ആ തരത്തിലുള്ള ഒരു പരിഗണന തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് എല്ലാം ഒരുപക്ഷെ കോടതി പരിഗണിച്ചിട്ടുണ്ടാകണം. ഇത് ഏതൊക്കെ കാര്യങ്ങളാണ് കോടതി അംഗീകരിച്ചിട്ടുള്ളത് എന്നത് ഈ സ്റ്റേ ഉത്തരവിന്റെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. വിനീത VG ഞങ്ങളുടെ പ്രതിനിധിയായിരുന്നു ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. നമുക്ക്